السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക സൃഷ്ടാവായ അല്ലാഹുവിനെ എല്ലായ്പ്പോഴും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിനെ, അതിലെ രാപ്പകലുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അത് അല്ലാഹുവിൽ നിന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്, സമ്മാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ അലങ്കാരമാണ്. മാത്രവുമല്ല, ആ മക്കളെ വളർത്തേണ്ടതുപോലെ നാം വളർത്തിയാൽ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച പ്രകാരം അവരുടെ തർബിയത്ത്, അവരുടെ പരിചരണമൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിച്ച് അവരുടെ സ്വാലിഹത്തായി മാറിയാൽ ഇരു ലോകത്തും നമുക്ക് നേട്ടവുമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ നമ്മുടെ സന്തോഷമാണ്. മക്കള് പുറത്തു വരുന്നതിന് മുമ്പായി ഭാര്യയുടെ, സഹോദരിയുടെ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഉദരത്തിൽ അവരുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ സന്തോഷം ആരംഭിക്കും. ആ കുഞ്ഞ് ആദ്യമായി കരയുമ്പോൾ നമ്മൾ ചിരിക്കും. ആ കുഞ്ഞിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ സശബ്ദം വീക്ഷിക്കും. ആ കുഞ്ഞ് കമിഴുന്നത്, മുട്ടുകുത്തുന്നത്, പിടിച്ചെഴുന്നേൽക്കാൻ നോക്കുന്നത്, പതുക്കെ നടന്നു നീങ്ങുന്നത്, ഉപ്പ ഉമ്മ എന്നുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നത്, മുഖത്ത് പ്രകടമാകുന്ന ഭാവങ്ങളൊക്കെ നമ്മൾ നന്നായി നോക്കും, ആസ്വദിക്കും. ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ ഈ ലോകത്ത് നമുക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞാൽ. ഏതൊരു വിഷമഘട്ടവും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് പോയി ഭാര്യയെയും മക്കളെയും ഒക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു വിഷമം ഏറെക്കുറെ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ്. പല സന്ദർഭങ്ങളിലും, പല ഖുർആനിലെ പല വചനങ്ങളിലും, ആയത്തുകളിലും, ഹദീസുകളിലും ഒക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അംവാലും ബനീനും, സ്വത്തും മക്കളും ഒക്കെ പറയുന്നത് അല്ലാഹുവിൽ നിന്നുള്ള വലിയൊരു സൗഭാഗ്യമാണ്, അതോടൊപ്പം നിങ്ങൾക്കുള്ള പരീക്ഷണവുമാണ് എന്നൊക്കെ പ്രമാണങ്ങളിൽ പലയിടങ്ങളിലായി വന്നിട്ടുണ്ട്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മക്കളെ തന്നത് ഏത് രൂപത്തിലാണ്? ശുദ്ധ പ്രകൃതിയിലാണ്. പാപമുക്തരായിട്ടാണ് ഓരോ കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് എന്നാണ് ചിലരൊക്കെ വിശ്വസിക്കുന്നത്.
പാപികളായിട്ടാണ് ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് എന്നാണ് ഇസ്ലാം. അല്ലാഹു പറഞ്ഞതല്ല, മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഓരോ വ്യക്തിയും ഈ ലോകത്തെ കുഞ്ഞായി പിറന്നു വീഴുന്നത് ഒരു തെറ്റുമില്ലാതെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കൊക്കെ സുപരിചിതമാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ എവിടെയാണ് അവർക്ക് തെറ്റുന്നത്, ആരാണ് അവരെ തെറ്റിക്കുന്നത്? അതിലെ പ്രധാന ഘടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫഅബവാഹു യുഹവ്വിദാനിഹി, അവരുടെ മാതാപിതാക്കൾ ഒന്നെങ്കിൽ അവനെ യഹൂദിയാക്കി, ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ അവനെ നസ്രാണിയാക്കി, യഹൂദനോ ക്രിസ്ത്യാനിയോ ആക്കി, അല്ലെങ്കിൽ അവനെ യുബജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ മജൂസിയാക്കി. അപ്പൊ വലിയൊരു റോള് നിർവഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. അവരിലുള്ള അവസ്ഥ എന്തുണ്ടോ, അവരെങ്ങനെയാണോ ഇവർക്ക് റൂട്ട് കാണിച്ചു കൊടുക്കുന്നത്, അതിലേക്കാണ് മക്കൾ തിരിഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു അശ്രദ്ധ കാരണം അല്ലാഹു ശുദ്ധ പ്രകൃതിയിൽ നമുക്ക് തന്ന നമ്മുടെ മക്കൾ വഴിതെറ്റാൻ പാടില്ല. യഥാർത്ഥത്തിൽ വലിയൊരു റോള് മക്കൾ വഴിതെറ്റുന്നതിലും അവരിൽ അധാർമികതകൾ ഉണ്ടാകുന്നതിലും അവർ വേണ്ടാത്തരങ്ങളിൽ കാണുന്നതിലൊക്കെ വലിയൊരു ഭാഗം റോള് അല്ലെങ്കിൽ അതിലുള്ള ഒരു ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾക്കുണ്ട്. എല്ലാം അവർ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. നന്നായി ശ്രദ്ധിച്ചാലും അവരുടെ കാര്യത്തിൽ കൂടുതൽ കെയറിങ് കൊടുത്താലും ദീനിയായി അവരെ വളർത്തിയാലും ഒരുപക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോണം നമ്മുടെ കൈകളിൽ കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ ഇതൊന്നും നിർവഹിക്കാത്തത് കൊണ്ടാണ് അധികവും മക്കൾ പിഴച്ചു പോകുന്നത്. അവർക്ക് പല രീതിയിലും ദീന് വിലക്കിയതായ പലതും അവരിൽ സംഭവിക്കുന്നത്. അപ്പൊ മക്കൾ നന്നാകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും മക്കളുടെ നന്മ ആഗ്രഹിക്കും. കാലം മാറിയതിനനുസരിച്ച് മക്കളുടെ വിഷയത്തിൽ നന്നായി ഇടപെടും. ഒരു അധ്യാപകൻ അയാൾ പറയുന്നതായി, അല്ലെങ്കിൽ പൊതുവെ അധ്യാപകർക്ക് ഇന്ന് കാലഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, മക്കളുടെ കാര്യത്തിലൊക്കെ രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. വാട്സപ്പിൽ ഇടയ്ക്ക് വന്ന് ചോദിക്കും, അപ്ഡേഷൻ ആരായും അന്വേഷിക്കും. അങ്ങനെ പലരും പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ പൊതുവെ ഭൗതിക കാര്യങ്ങളിൽ മാത്രമായി ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്നതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. മക്കളുടെ ദീനീ വിഷയങ്ങളിലുള്ള അവരുടെ നിലവാരം എന്താണ്? കേവലം ഒരു സ്ഥാപനത്തിലേക്ക് അവിടെ പറഞ്ഞയച്ച് പിന്നെ അവർ അവിടെ എന്തെങ്കിലും ആയിക്കോളും, അങ്ങനെ അവിടെ എന്തെങ്കിലും പഠിച്ചോളും എന്ന നിലക്കാണോ? അതല്ലെങ്കിൽ അവിടെ കുറച്ചാലും പറഞ്ഞയച്ച് പിന്നെ സ്കൂൾ തുടങ്ങുമ്പോൾ കുറച്ച് നേരത്തെ സ്കൂൾ ആകുമ്പോൾ അത് മദ്രസയോ അതുപോലുള്ള സംവിധാനങ്ങളോ നിർത്തിവെച്ച് പിന്നെ സ്കൂളിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മതപഠനം ഒന്നാകെ നിലച്ച് ആ കോലത്തിലാണോ? ഇതൊക്കെ പൊതുവെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. കുട്ടികളിൽ കുറ്റവാളികൾ കൂടുകയാണ്. കൗമാരക്കാരിലൊക്കെ ഒരുപാട് കുറ്റവാളികൾ. ഈ അടുത്ത് എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ 21 വയസ്സേ ഉള്ളൂ. പക്ഷെ 6 മണിക്കൂറിനുള്ളിൽ 5 പേരെയാണ് കൊന്നത്. 5 പേരാരാ? ശത്രുക്കളാണോ? അല്ല. സ്വന്തം കുടുംബത്തിൽപ്പെട്ട അനുജനടക്കമുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളെ, ഉമ്മയെ വരെ കൊല്ലാനുള്ള ശ്രമം നടത്തിയത് ആരാന്ന് വെച്ചാൽ വളരെ ചെറുപ്രായത്തിലുള്ള ഒരു ചെക്കനാണ് അത് ചെയ്തത്. ഇയോ തൊട്ടടുത്തുള്ള കോഴിക്കോട് പ്രദേശത്തുള്ള താമരശ്ശേരിയിൽ 5 ആളുകൾ ചേർന്ന് ഒരാളെ കൊന്നത്. അതും നമ്മൾ വായിച്ചു. മാരകായുധങ്ങൾ ഉപയോഗിച്ച് തലക്കടിച്ചിട്ടാണ് കൊല്ലുന്നത്. കേവലം ഒരു അബദ്ധത്തിൽ സംഭവിച്ചതൊന്നുമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി. അവരുടെ ചർച്ചകൾ കേട്ടാൽ തന്നെ നമ്മളൊക്കെ അന്താളിച്ചു പോകും. ആ രൂപത്തിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ചെയ്താൽ, ഒരുമിച്ച് ആക്രമിച്ചാൽ എന്ത് സംഭവിച്ചാലും പോലീസ് പിടികൂടുകയില്ല. കാരണം ഒന്നിച്ചുള്ള അക്രമമാണ്, ആരാ ചെയ്തത് എന്ന് അറിയുകയില്ല. ആക്രമിച്ചതിന് ശേഷവും കണ്ണിന് പറ്റിയ ഒരു പരിക്ക് എടുത്തു പറഞ്ഞ് അവന്റെ കണ്ണ് കണ്ടോ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവന് തീർക്കുമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും എന്ന രൂപത്തിലൊക്കെ ക്രിമിനലുകൾ സംസാരിക്കുന്നത് പോലെ, ഗുണ്ടാ നേതാക്കളെ പോലെ ചെറിയ മക്കൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ 5 പേർ ചേർന്ന് അതിക്രൂരമായി അവരുടെ കൂടെ പഠിക്കാമെന്ന സഹപാഠിയെ റാഗിങ് ചെയ്തത് നമ്മൾ വായിച്ചു. നിത്യേന ഈ രീതിയിലുള്ള അക്രമാസക്തമായ കാര്യങ്ങളിലും ആത്മഹത്യാ പ്രവണതകളിലും ലഹരി ഉപയോഗങ്ങളിലും ഒക്കെ ഇന്ന് ചെറിയ മക്കളാണുള്ളത്.
ഇതൊരു ചെറിയ വിഷയമല്ല. മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മക്കളുണ്ട്. നമ്മുടെ മക്കൾ ജീവിക്കുന്നത് എവിടെയൊക്കെയാണ്? ഈ വായിച്ച വാർത്തകളൊന്നും അങ്ങ് യൂറോപ്പിലോ അമേരിക്കൻ നാടുകളിലോ ഒന്നുമല്ല. ഇത് ഈ അടുത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണ് ഈ കേട്ടത് മുഴുവൻ. ലഹരി വേട്ടകൾ നിരന്തരം പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പിടിച്ചു ഇവിടുന്ന് പിടിച്ചു എന്നുള്ളത്. അതിന്റെ ഡീലർമാർ, അത് കൊടുക്കുന്ന ആളുകളെയൊക്കെയാണ് പിടിക്കുന്നത്. പക്ഷേ ആളുകളൊക്കെ അവരുടെ ഈ കച്ചവടം നടക്കുന്ന ഏരിയകൾക്ക് എന്ന് പറയുന്നത്, ആ നിലക്കുള്ള വിദ്യാലയങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പഠിക്കുന്നിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ മേൽ അങ്ങേയറ്റം അതിഗൗരവത്തിലുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സുദീർഘമായ പ്രോസസ്സാണ്. മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ കേവലം കുറച്ചു കാലം കുറച്ച് സമയം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിനി നന്നായി ശ്രദ്ധിച്ചിരുന്നപ്പോ അവനെ പിടുത്തം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മടുത്ത് ക്ഷമ കെട്ട് നിർത്തി പോകേണ്ട ഒരു കാര്യമാണ്. കുറച്ചധികം ക്ഷമ തന്നെ വേണം. അതിലധികം ക്ഷമിക്കുന്നത് അറിയാം ഉമ്മമാരാണ്. അവരുടെ ഗർഭകാലഘട്ടം വഹനാണ്. പ്രസവം പ്രയാസമേറിയതാണ്. അതോടൊപ്പം ഈ തർബീയത്തിൽ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നുണ്ട്. അവരിലേക്ക് മാത്രം അത് വിട്ടുകൊടുക്കുക എന്നത് പാടില്ലാത്തൊരു കാര്യമാണ്. മറിച്ച് നമുക്ക് ഉപ്പ എന്ന രീതിയിൽ അവർക്കും അക്കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ കൂട്ടുത്തരവാദിത്തത്തോടു കൂടെ ഏറ്റവും ഭംഗിയായി മോൾഡ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടവരാണ് നമ്മുടെ മക്കൾ. അത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൈവിട്ട് പോയിട്ട് ആ നേരം വിലപിച്ചത് കൊണ്ടോ ഖേദിച്ചത് കൊണ്ടോ കാര്യം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടെ എന്നിൽ അള്ളാഹു ഏൽപ്പിച്ച ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം ആണിതെന്ന വിചാരത്തോടു കൂടെയാണ് മക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ സമീപിക്കേണ്ടത് എന്നതാണ്. അള്ളാഹു ഒരുപാട് ഉത്തരവാദിത്തം മനുഷ്യരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാൽ 27ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്, വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകളിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അപ്പൊ അമാനത്തുകളിൽ വഞ്ചന, അത് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കൾ. അതാണ് നേരത്തെ പറഞ്ഞു, ഞാൻ ശുദ്ധ പ്രകൃതിയിലെ നമ്മളെ ഏൽപ്പിച്ചത്. ഒരു പ്രശ്നമില്ലായിരുന്നു, മക്കൾ നമ്മുടെ കയ്യിൽ കിട്ടി, ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നിട്ട് അള്ളാഹ് ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ അവരെ വളർത്തണം, അവളെ വളർത്തണം, അവനെ വളർത്തണം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വേറെ ഷോകളിലും നമ്മുടെ മറ്റു തിരക്കുകളിലും അങ്ങനെ ഓടിപ്പാഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ ഉത്തരവാദിത്വത്തിൽ വൻ വീഴ്ചയാണ് വരുത്തുന്നത്, വഞ്ചനയാണ് നടത്തുന്നത്. നോക്കൂ, നിങ്ങൾ ഈ സൂറത്തുൽ അൻആമിലെ അൻഫാലിലെ 27ാമത്തെ ആയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 28ാമത്തെ ആയത്തിൽ പിന്നെ പറയണമെന്ന് അറിയും, അത് അമാനത്തുകളിൽ വഞ്ചന കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണമെന്ന് അറിയും. വഅലമു, നിങ്ങൾ അറിയണം, അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അതൊരു പരീക്ഷണമാണ് കേട്ടോ. അപ്പൊ പൊതുവെ ബാക്കിയുള്ള അമാനത്തുകളിൽ നിന്ന് അമാന്തം വരുത്താനുള്ള ഒരു കാരണമാണ് സമ്പത്തും സന്താനവും. അതോടൊപ്പം ഈ വിഷയങ്ങളിലും ഈ അമാനത്തിലും, മക്കളെന്ന അമാനത്തുകളിൽ അള്ളാഹ് ഏൽപ്പിച്ചു തന്ന സ്വത്തിന്റെ വിഷയത്തിലും ഒക്കെ അവിടെയും അമാനത്തിൽ പൊതുവെ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങൾ വീഴ്ചകൾ വരുത്തരുതേ എന്ന് പറഞ്ഞിട്ട് മക്കളുടെയും സമ്പത്തിന്റെയും കാര്യം പ്രത്യേകം അതെടുത്ത് പറഞ്ഞു. മാത്രമല്ല സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവരവരുടെ കരാറുകളിലും അവരുടെ അമാനത്തുകളിലും കൃത്യത പുലർത്തുന്നവരാണ്, കൃത്യമായി അത് പരിഗണിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉലൈക ഹുമുൽ വാരിസൂൻ, ഇതൊക്കെ കൃത്യമായി പാലിക്കുന്ന, അതിനു മുമ്പ് പറഞ്ഞതായ വിശ്വാസികളുടെ ഗുണഗണങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അനന്തരമെടുക്കുക. എന്താ അനന്തരം എടുക്കാന്നറിയാം? അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഫിർദൗസ് സ്വർഗ്ഗ പൂങ്കാവനമാണ്, അവർക്ക് അത് അനന്തരം കൊടുക്കുക, പകരം നൽകുക. ഹും ഫീഹാ ഖാലിദൂൻ, അവിടെ അവർ നിത്യവാസികളായിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോപ്പുകൾ നൽകുന്നത് ആർക്കാണ്? അള്ളാഹ് ഏൽപ്പിച്ച മനുഷ്യർക്കിടയിലുള്ളതുമൊക്കെ ആയിട്ടുള്ള കരാറുകൾ കൃത്യമായി നിർവഹിക്കുന്നവരാരാണോ, അതിൽ കണിശത പുലർത്തുന്നതാരാണോ, അവരെയാണ് അല്ലാഹു സ്വർഗം നൽകി ആദരിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയം നന്നായി ശ്രദ്ധിക്കണം. മാത്രമല്ല, മക്കൾ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ അവരുടെ വിഷയത്തിലും നമ്മുടെ ദീന് തെറ്റിപ്പോകാനും സാധ്യത. അങ്ങനെ ഒരു വശം കൂടെ അതിനുണ്ട്. ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാം. അദ്ദേഹത്തെ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുക.
മുഖം വിവർണമായിട്ടുണ്ട്, കണ്ണുകളിൽ കണ്ണുനീരിന്റെ ഈറനണിഞ്ഞിട്ടുണ്ട്, ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തോ മനോവിഷമം ഉണ്ട് എന്ന് അബൂ ഖുർആൻക്ക് ബോധ്യമായി. അദ്ദേഹം ചോദിക്കുന്നത് കൈഫാൻതയാ ഹദല, ഹദല എന്താ താങ്കൾക്ക് പറ്റിയത്? എന്തോ ഒരു വിഷമമുണ്ടല്ലോ താങ്കൾക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നാഫഖ ഹദല. അതാണ് മറുപടി. ഹദല മുനാഫിഖായി പോയി. ഇത് കേട്ടപ്പോ അബൂ ഖുർആൻ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, മാ തഖൂൽ, എന്താ ഹദല നീ പറയുന്നത്? എത്ര ഗൗരവപ്പെട്ട വാക്കാണ് താങ്കൾ ഉച്ചരിച്ചത് എന്ന നിലക്ക് അബൂ ഖുർആൻ തിരിച്ചു ചോദിച്ചു. അപ്പോ അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം യകൂനി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പ്രവാചകന്റെ മജ്ലിസിൽ ഇൽമിന്റെ ആ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ യുദക്കിറുനാ ബിന്നാർ, പ്രവാചകൻ നരകത്തെ കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കും, വൽ ജന്ന സ്വർഗ്ഗത്തെ കൊണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കും. ഹത്താ കഅന്നാ റഈ, നമ്മൾ ആ സ്വർഗം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, ആ നരകം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അനുഭവപ്പെടുമാറ് ആ സദസ്സിൽ നമ്മൾ ഉണ്ടാകും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയാൽ നമ്മുടെ ഇണകളുമായിട്ടും നമ്മുടെ മക്കളുമായിട്ടും നമ്മുടെ കച്ചവടങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ ആ സദസ്സിൽ നിന്ന് കിട്ടിയ പലതും ആ ഗൗരവം നഷ്ടപ്പെടുന്നതായി തോന്നുന്നു. അപ്പൊ ഇവിടെ സദസ്സിരിക്കുമ്പോ നരകത്തെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, പരലോകത്തെ വിചാരണയെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ ശിക്ഷകളെ കുറിച്ച്, രക്ഷകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഗൗരവവും മറ്റൊക്കെ ഉൾക്കൊണ്ട് അത്യധികം ഈമാനും തഖ്വയും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ കുടുംബത്തിലേക്ക് പോയി മക്കളുമായി ഇടപെടുമ്പോൾ, കച്ചവടവുമായി ഇടപെടുമ്പോൾ ആ ഒരു ഈമാൻ കിട്ടുന്നില്ല എന്നാ പറയണം. അപ്പൊ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുത്തത്? വല്ലദീ നഫ്സി ബിയദി. അവർ അബൂ ഖുർആനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അബൂ ഖുർആനും അതുപോലെ തന്നെ അനുഭവമുണ്ട്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ രണ്ടുപേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോവാണ്. റസൂൽ പറഞ്ഞു വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ഇല്ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി, നിങ്ങൾ എന്റെ അടുത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് എല്ലായിടത്തും തുടർന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ലസാഫഹ്തുകുമുൽ മലായിക, മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ ആലിംഗനം ചെയ്യുമായിരുന്നു. അലാ ഫുറുഷിക്കും വഫീ തുറുഖിക്കും, നിങ്ങളുടെ വിരിപ്പിലും നിങ്ങൾ പോകുന്ന വഴികളിലും. റസൂലുള്ളാഹി പറയാണ് വലാകിയ ഹദല, പക്ഷേ ഹദല സഅതൻ വസഅതൻ, ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, വേറെ സമയങ്ങളിൽ ഇങ്ങനെയാണ്. അഥവാ ചെറിയൊരു മാറ്റം ഹദലക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതെന്തേ, ഇൽമിന്റെ സദസ്സിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടതിൽ നിന്നും മാറി ഭൗതികമായി ആ മക്കളുമായി ഒന്ന് ഇടപെടുമ്പോ അവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസത്തെ അവര് ഗൗരവത്തിൽ കണ്ടതാണ്. പക്ഷേ ഇതൊക്കെ പരിധി ലംഘിച്ചിട്ടാണ് ഇന്ന് പലരും മക്കളുടെ വിഷയത്തിൽ അവരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തോ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞ വിഷയം മറന്നുകൊണ്ട് ആ ഉത്തരവാദിത്വം മറന്നൊക്കെ ആ ഈമാനും ആ തഖ്വയും ഒക്കെ കൈവടിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരലോകത്ത് നമുക്കുള്ളൊരു വിചാരണാ വിഷയമാണ് നമ്മുടെ മക്കൾ. പരലോകത്ത് അല്ലാഹു നമ്മോട് ചോദിക്കും. അതാ പറഞ്ഞാണ് യാ അയ്യുഹല്ലദീന, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ തടിയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തോളണം. കണ്ടോ? അപ്പൊ അല്ലാഹു വെറുതെ പറഞ്ഞതാ, നമുക്ക് കാക്കാൻ കഴിയണോണ്ടാണ് നമ്മളോട് അല്ലാഹു പറഞ്ഞത്. നമ്മുടെ അല്ലാഹു കൽപ്പിക്കുകയാണ് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഒക്കെ നരകരക്ഷ, ആ വിഷയം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അത് നമുക്ക് കഴിയണോണ്ടാണ് അല്ലാഹു പറഞ്ഞത്. അതെപ്പോഴാ കഴിയാം? നമ്മളൊക്കെ മരിച്ച് പരലോകത്ത് വിചാരണയൊക്കെ നിർവഹിക്കപ്പെട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാന്ന് കാണുമ്പോ അവിടെ ചെന്ന് തടയാൻ പറ്റുമോ? മക്കളെയും കുടുംബത്തെയും സ്വശരീരത്തെയും ഇല്ല. മറിച്ചപ്പോഴാ അത് ഭൗതിക ലോകത്താണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളതാണത്. അവിടെ ചെന്നാൽ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അവിടെ ഒരു വിളികരിക്കൂല. അവിടുന്ന് ഓരോരുത്തരും മറ്റൊരുക്ക് വേണ്ടി പറയാ, അവനവന്റെ അമലുകൾ വേറുള്ളവർക്ക് കൊടുക്കുക, അത് അവിടെ ഉണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസ്വാഹിബതിഹി വബനീ, സഹോദരന്മാർ ഓടിപ്പോവും, ഉമ്മയും ഉപ്പയും ഓടിപ്പോവും, മക്കളും അടുത്തുനിന്ന് ഓടിപ്പോവും. ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അവനവന്റെ കാര്യം തന്നെ എമ്പാടുണ്ട്. ചെയ്ത അമല് സ്വീകരിച്ചോ എന്നുള്ള പേടിയുണ്ട്, ചെയ്യാത്തതിന്റെ പേരിൽ ഖേദമുണ്ട്, ചെയ്തു പോയ തെറ്റുകളുടെ വിഷയത്തിൽ എന്താ അല്ലാഹു നടപടി എടുക്കുക എന്നുള്ളത് എന്നതിലുള്ള ചിന്തയുണ്ട്. അതൊക്കെയാണ് അവിടെ. അപ്പൊ അവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെന്താണ് അല്ലാഹു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞത് എവിടെ ചെയ്യാൻ പറ്റുക? എവിടെ ചെയ്യാൻ പറ്റുക? വാഹിലീക്കും, കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുക എവിടെയാ? ഇവിടുന്നാ പറ്റുക.
അപ്പൊ അവരുടെ വിഷയത്തിൽ നന്നായി ശ്രദ്ധിച്ച് അവരെ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലാഹുവും റസൂലും വിലക്കിയത് ചെയ്യുന്ന കാണുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. തിന്മകൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിൽ നിന്ന് അവരെ തടയണം. നന്മകൾ ചെയ്യാത്തത് കാണുമ്പോൾ അവരെ അതിനെ പ്രേരിപ്പിക്കണം, അവരോടത് കൽപ്പിക്കണം. അത് ചെയ്യണം മോനെ, ചെയ്യണം മോളെ എന്ന് ഏറ്റവും മാന്യമായ രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ അതിന്റെ തുടക്കത്തിലേ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നാലാണ് ഏത് പ്രായത്തിലും പറഞ്ഞാൽ അവർ കേൾക്കുള്ളൂ. മറിച്ച് ആ സമയത്തൊന്നും ശ്രദ്ധിക്കാതെ ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുത്ത് അവരുടെ ഇഷ്ടത്തിന് എല്ലാം അംഗീകരിച്ചു കൊടുത്ത് അവസാനം നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ, ചില വേണ്ട എന്ന പറയലുകൾ നമ്മൾ അവർക്ക് മുമ്പിൽ വെക്കുമ്പോ, അരുതെന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അവര് പിന്നെ നമ്മളെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മളെ കുടുംബത്തെ, മക്കളെ, നമ്മുടെ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ ഒക്കെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പണിയെടുക്കുക എന്നുള്ളത്. ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും. അൻഫുസക്കും വഅഹ്ലീക്കും എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും എങ്ങനെയാണ് അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാം. അദ്ദിബൂഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കും. അവരെ അദബ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മാന്യമായ, ഏറ്റവും ഭംഗിയായ രൂപത്തിൽ അത് നിർവഹിക്കുക എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത് എന്താ? സ്വന്തം കുടുംബത്തിന്റെയും മക്കളുടെയും ഉത്തരവാദിത്തം എടുത്തു പറഞ്ഞിട്ടാണ് ഉദാഹരിച്ചത്. നമുക്ക് നിങ്ങൾ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ള ആളുകൾ, നിങ്ങളോടൊക്കെ ചോദിക്കപ്പെടും. നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. പല ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. ദീനീപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഭൗതികമായി ഈ ലോകത്ത് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഏറ്റെടുത്ത ജോലി ഉത്തരവാദിത്തമാണ്. കാരണം എന്താ? ആ ജോലി നടത്തുന്ന കമ്പനി നമ്മെ ആ ജോലി ഏൽപ്പിച്ചത് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുമെന്നതുകൊണ്ടാണ്. ഉടായിപ്പ് കാണിക്കുന്ന വിചാരിച്ചിട്ടല്ല നമ്മൾ ആ ജോലി ഏൽപ്പിച്ചത്, അത് കൃത്യമായി നിർവഹിക്കുന്നതുകൊണ്ടാണ് ഏൽപ്പിച്ചത്. നമ്മുടെ ഒരു മുതലാളി ഏൽപ്പിച്ചത് അയാൾ നമ്മളെ വിശ്വസിച്ചതുകൊണ്ടാണ്, വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ആ ജോലി. അതുകൊണ്ട് എല്ലാത്തിലും ആ ഉത്തരവാദിത്തത്തിലൊക്കെ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് പറയണ വൽ അമീറു റാഇൻ, ഒരു ഭരണാധികാരി അയാൾ ഉത്തരവാദിത്തമുള്ള ആളാണ്. വറജുലു റാഇൻ, ഒരു വ്യക്തി അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അലാ അഹ്ലി ബൈതിഹി, അയാളുടെ കുടുംബത്തിൽ, വീട്ടുകാരുടെ വിഷയത്തിൽ അവരോട് ചോദ്യമുണ്ട്. സ്വന്തം കീഴിൽ ഭാര്യയെയും മക്കളെയും വേണ്ടപ്പെട്ടവരെയൊക്കെ കിട്ടി അവരുടെ കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നിട്ട് എന്താ ചെയ്തത്? ഒരു വേണ്ടാത്തരം ചെയ്തപ്പോ തടുത്തോ? അവര് തിന്മകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞോ? അത് കൈകൊണ്ട് തടുക്കാനാകുന്നത് അങ്ങനെ ചെയ്തോ? നാവ് കൊണ്ട് പറഞ്ഞ് അത് നിർത്താനാകുന്നത് അങ്ങനെ ചെയ്തോ എന്നൊക്കെ കൃത്യമായി ചോദിക്കും. നന്മകൾ ചെയ്യാതെ, നിസ്കരിക്കാതെ, നല്ല വാക്കുകൾ പറയാതെ, നല്ലവരോട് കൂട്ടുകൂടാതെ അവര് നടക്കുന്ന കണ്ടപ്പോ തുടക്കത്തിലെ അവരെ തിരുത്തിയോ? അത് ചോദിക്കും. അതൊക്കെ കൃത്യമായി ചോദിക്കുമെന്നത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഒരു പുരുഷന് അവന്റെ വീട്ടുകാരുടെ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഒരു പെണ്ണിന് അവളും ഉത്തരവാദിത്തമുള്ള ആളാണ്. അലാ ബൈതി സൗജിഹ വവലദിഹി, ഭർത്താവിന്റെ വീട്ടിലും മക്കളുടെ വിഷയത്തിലും ഒക്കെ അവളോടും ചോദിക്കപ്പെടും. നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരോടും ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരാം. അതുകൊണ്ട് നമ്മുടെ മക്കൾ വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരാളുടെ മക്കളുടെയും കുടുംബത്തിന്റെയും അവരുടെ വീടുമൊക്കെ നന്നാകുന്ന ദീന് കൽപ്പിച്ച ചില വിഷയങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചത് എല്ലാ വിഷയത്തിലും പരിപൂർണത കൈവരിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയ പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, റബ്ബി ജഅൽനി, റബ്ബേ നീ എന്നെ ആക്കണം, മുഖീമസ്സലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. അതിൽ നിർത്തിയില്ല, വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളെയും നന്നായി നിസ്കരിക്കുന്നവരാക്കി, കൃത്യത പുലർത്തുന്നതാക്കി, അതിലെല്ലാം അതിന്റെ റുക്നുകളും ഷർത്തുകളും അതിന്റെ സമയങ്ങളും ഒക്കെ കൃത്യതയോടെ നിർവഹിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം, എന്റെ മക്കളെയും അതിൽ ഉൾപ്പെടുത്തണം. നമുക്ക് നിങ്ങൾ പ്രാർത്ഥനയിൽ മക്കളെ മറന്നു പോകാത്ത പ്രവാചകന്മാർ. റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ എന്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്നവർ പ്രാർത്ഥിക്കാം. മാത്രമല്ല 3 പ്രാർത്ഥനകൾ അവർ അതിന് ഉത്തരം കിട്ടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സലാസു ദഅവാത്തിൻ, 3 പ്രാർത്ഥനകൾ മുസ്തജാബാത്ത്, അതിന് ഉത്തരം കിട്ടും.
ലാ ശക്ക ഫീനയിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഉത്തരം കിട്ടും, ഒരു സംശയമില്ല, ഉറപ്പാണ് കിട്ടുന്നുള്ളതിൽ. അതിലൊന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നിരപരാധിയായ ഒരാൾ, അയാൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്കും അള്ളാഹുവിനിടയിൽ മറയുന്നില്ല. അത് മുസ്ലിം അമുസ്ലിം ഒന്നും വ്യത്യാസമില്ല എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത്. അക്രമികളായി മാറുന്നത് നന്നായി സൂക്ഷിക്കണം. നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടും. എന്താ പ്രാർത്ഥിച്ചത് അത് നടക്കും. അതാണ് ഒന്ന്. രണ്ടാമത്തേത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. യാത്ര ഏറെ ക്ലേശകരമായ പ്രയാസമുള്ളതാണ്. അതിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. മറ്റൊന്ന് ദഅവത്തുൽ വാലിദി ലിവലദി, പിതാവ്, രക്ഷിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കും പെട്ടെന്ന് ഉത്തരം കിട്ടും. ചില റിവായത്തുകളിൽ അലാ വലദി എന്ന് വന്നിട്ടുണ്ട്, അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും. അത് പറയാം. അപ്പോ സ്വന്തം മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഉത്തരം അള്ളാഹ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ പ്രാർത്ഥന എപ്പോ തുടങ്ങണം എന്നറിയോ? മക്കൾ ഉണ്ടായിട്ടല്ല, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തുടങ്ങണം. എന്തിനാ വിവാഹം കഴിക്കുന്നത്? അതിലെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെട്ടൊരു ലക്ഷ്യമാണെന്ത്? മക്കൾ ഉണ്ടാകുന്നുള്ളത്. പ്രവാചക മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, റബ്ബേ നിന്നിൽ നിന്ന് എനിക്ക് സമ്മാനമായി സ്വാലിഹീങ്ങളെ നൽകണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ് സ്വാലിഹീങ്ങളെ നൽകണേ എന്നുള്ളത്. ദുർരിയതൻ ത്വയ്യിബ, ഉത്കൃഷ്ടമായ ഉത്തമനായ മക്കളെ, സന്താനങ്ങളെ നൽകണേ എന്നുള്ളത് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്തുള്ള പ്രാർത്ഥന ബിസ്മില്ല അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താന എന്ന് പറഞ്ഞിട്ട് ശൈത്താൻ അകറ്റിക്കൊണ്ടുള്ള അവിടെ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. റിസ്കായി നൽകുന്നതിന് അതിൽ നിന്ന് തൊട്ട് ശൈത്താൻ അകറ്റണമെന്നുള്ള പ്രാർത്ഥന ആ സമയത്തുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നിരന്തരമായി അല്ലാഹുവിനോട് മക്കളെ നന്നാക്കാൻ, മക്കളുടെ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കണം എന്നതാണ് കൽപ്പനയും. അത് തന്നെയാണ് നമുക്കൊക്കെ മാതൃകയായിട്ടുള്ള പ്രവാചകന്മാരൊക്കെ നിർവഹിച്ചതും. അവരുടെ മക്കൾക്ക് വേണ്ടി അവർ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ പ്രത്യേകത എന്താ? അതങ്ങനെ എണ്ണി സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ ഹിബത്തായി സമ്മാനമായി നൽകണം, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുർരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങൾക്ക് നൽകണം, ഖുർറത അയുൻ, കണ്ണിന് കൺകുളിർമ നൽകണം. അവിടെ വിഷയത്തിൽ കുടുങ്ങിപ്പോയി, ഇടങ്ങേറായി, ആകെ മാനസികമായി പ്രയാസത്തിലായി എന്നതല്ല, മറിച്ച് അവരോടടുക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവരെ കാണുമ്പോൾ, അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ എന്തെന്നില്ലാത്ത കുളിർമ അതുണ്ടാക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥന. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമായി മാറുകയും അങ്ങനെ ഉള്ളൊരു അവസരവും നീ എനിക്ക് നൽകണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ അല്ലാഹുവിന്റെ അടിമകൾ. അപ്പൊ നോക്കി, നിങ്ങൾ മക്കളിൽ നിന്ന് കൺകുളിർമ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് അവർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ദീനീ വിഷയങ്ങളിലും ദുനിയാവിലെ കാര്യങ്ങളിലും ഒക്കെ അവർ ഉഷാറാകുക എന്നുള്ളതാണ്. കേവലം ദുനിയാവിന്റെ വിഷയങ്ങൾ മാത്രം ഉഷാറായതുകൊണ്ടാകില്ല. ചിലപ്പോൾ MBBS പഠിക്കുന്ന ആളായിരിക്കും, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരായിരിക്കും, വലിയ ഉദ്യോഗമായിരിക്കും, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരായിരിക്കും, മാതാപിതാക്കളെ നോക്കുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ അതിനൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടാവും, പക്ഷെ പഠനം കൃത്യമായി നിർവഹിക്കുന്നുണ്ടാവല്ലോ. ആപ്പാന്റെ ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വാപ്പ കൊടുത്ത് ഫീസ് ഇങ്ങനെ അടക്കുന്നുണ്ടാകും. ഇവൻ അവിടെ ലഹരിയിലായിരിക്കും, വേണ്ടാത്തരങ്ങളിലായിരിക്കും, തോന്നിവാസങ്ങളിലായിരിക്കും. എന്തേ കിട്ടാതെ പോയത്? ദീൻ കിട്ടിയില്ല. നമുക്ക് ബാക്കിയുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു, ദീനീ കാര്യങ്ങൾ മറന്നുപോയാൽ ഇവിടെയും നഷ്ടമായിരിക്കും, പരലോകത്ത് എന്തായാലും നഷ്ടമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വിചാരണയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മൾ മക്കളുടെ വിഷയത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ, കടമകൾ അത് കൃത്യമായി നിർവഹിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. അവരുടെ നേർമാർഗത്തിലാകാൻ വേണ്ടിയിട്ട്, അവർ നിസ്കാരം കൃത്യമായി പുലർത്താൻ വേണ്ടിയിട്ട്, പരലോകത്ത് നമുക്ക് മരണശേഷവും നമുക്കൊരു മുതൽക്കൂട്ടായി മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നതാണ്. മാത്രവുമല്ല, ഇവർക്കെതിരെ പ്രാർത്ഥിക്കാനും പാടില്ല. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ അവർ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവും, ചില ചെയ്തികൾ നമുക്ക് പറ്റാത്തതുണ്ടാവും. ആ സമയത്ത് പോയി അവർക്കെതിരെ പ്രാർത്ഥിക്കാനും പാടില്ല.
ആ റസൂലുള്ളാഹി പറയണ ലാ തദൂ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്കെതിരെയും പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കാരണം ലാ തുവാഫിഖൂ മിനല്ലാഹി സഅതൻ യസ്അലു ഫീഹാ അതാഅൻ ഫയസ്തജീബു ലക്കും, ഒരുപക്ഷെ അല്ലാഹു ഉത്തരം നൽകുന്ന സമയവും നിങ്ങളുടെ പ്രാർത്ഥനയും യോജിച്ചു വന്നാൽ അതിന് ഉത്തരം നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കൾക്കെതിരെ ശാപപ്രാർത്ഥന പാടില്ല, സ്വന്തത്തിനെതിരെ സമ്പത്തിനെതിരെ പാടില്ല. ഒരുപക്ഷെ ആ ദേഷ്യം കുറച്ച് കഴിഞ്ഞാൽ തണുക്കും. അതിനെ മാനേജ് ചെയ്യേണ്ട മനഃശാസ്ത്രപരമായ വേറെ രീതികൾ ഉണ്ടാവും. അവിടെ സന്ദർഭത്തിനും സാഹചര്യത്തിനൊത്ത് പെരുമാറേണ്ട രൂപങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മറന്ന് പെട്ടെന്ന് ആ ഒരു ചൂടിൽ, ആ ഒരു വൈകാരികതയിൽ എതിരെ പ്രാർത്ഥിച്ചാൽ, അത് ഉത്തരം നൽകിയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളെ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ എന്താണോ പ്രാർത്ഥിച്ചത്, ഒരുപക്ഷെ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാൻ സാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എതിരെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ദീർഘകാല പ്രോസസ്സാണ് മക്കളെ നന്നാക്കുക എന്നുള്ള വിഷയം, അല്ലെങ്കിൽ മക്കളെ വളർത്തുക എന്നുള്ള വിഷയം. അതുകൊണ്ട് പ്രാർത്ഥന നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും അവർ പിഴക്കുന്ന കണ്ടാൽ പിടിച്ചുകൊണ്ടിരിക്കുക, അവരെ അതിൽ നിന്ന് മാറ്റുക. വലിയവരുടെ ഒരു മിനിയേച്ചർ ഫോം അല്ല കുട്ടികൾ. വലിയ ആൾ ഇങ്ങനെ അയാളെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അവരല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ, മറിച്ച് അവര് വേറെ തന്നെയാണ്. വലിയവരോട് പെരുമാറും പോലെ പെരുമാറേണ്ടവരല്ല. പെട്ടെന്ന് വൈകാരികത ആകുന്ന ആളുകളാണ് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ. ഒരു കാര്യങ്ങളെ ചിന്തിച്ചിട്ടല്ല തീരുമാനത്തിലെത്തുക. എന്താണോ അപ്പൊ സംഭവം അതിനനുസരിച്ചായിരിക്കും അവരുടെ പ്രതികരണങ്ങൾ. ഒരു ശബ്ദം കേട്ടാണ്ട് ആൾ കരയും, നമ്മൾ തൊട്ടെടുത്താൽ മതി, കരച്ചിൽ നിൽക്കും. കാരണം അവർക്കുള്ള ആ സ്പർശനം, അപ്പൊ കുഴപ്പമില്ല, ഈ ശബ്ദം ഒരു പ്രയാസം, എനിക്കെതിരെയുള്ള എന്തോ അപകടമല്ല എന്ന് അവർക്ക് തോന്നും. നമ്മുടെ ടച്ചിങ് തലച്ചോറിന്റെ മുൻഭാഗമാണ്, പതിയെ പതിയാണ് ഇത് വികസിക്കുക. അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കി റേഷണലായി ഓരോന്നിന്റെയും വ്യക്തിപരമായി ആലോചിച്ച് ചിന്തിച്ചിട്ട് കാര്യം മനസ്സിലാക്കുക തലച്ചോറിന്റെ മുൻഭാഗത്താണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് വളർന്നിട്ടുണ്ടാവില്ല. ഒക്കെ അപ്പൊണ്ടാണ് കാര്യങ്ങളെ ആ കോലത്തിലായിരിക്കും അവർ മനസ്സിലാക്കുക. അതിലൊന്ന് ഉറക്കണ്ട അടച്ചാല് അവരുടെ ഹൃദയം പിടിക്കാൻ തുടങ്ങും, കണ്ണുകൾ അവര് വിടർത്താൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങും, കരയാൻ തുടങ്ങും. അവരെന്തോ അപകടമാണ് വിചാരിച്ചിരിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കണം, അവരെ തലോടണം. അവരിൽ നിന്ന് പ്രതികരണം ഈ രൂപത്തിലാണ് ഉണ്ടാകുക. മക്കൾ ആ രൂപത്തിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കോലത്തിൽ അവരോട് പെരുമാറണം. അവരിൽ വരുന്ന വീഴ്ചകളെ ഏറ്റവും യുക്തിഭദ്രമായി അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കാണണം. എല്ലാത്തിനും പൊട്ടിത്തെറിച്ച് കുറച്ച് ക്ഷമ കെട്ട് മതിയായി, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരോട് പെരുമാറരുത്. ഓരോന്നും ഘട്ടം ഘട്ടമാക്കി അവർ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഒക്കെ അതിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അതാണ് ഒന്ന്, അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. രണ്ടാമത്, ഏറ്റവും പ്രധാനമായി അവരോട് കൽപ്പിക്കേണ്ട ഒരു വിഷയം തൗഹീദ് കൊണ്ട് കൽപ്പിക്കുക, ശിർക്ക് വിരോധിച്ചു കൊടുക്കുക. അവർക്കത് മനസ്സിലാകുന്ന ആ ഒരു ഘട്ടങ്ങളിലൊക്കെ എത്തുന്ന സന്ദർഭത്തിൽ അവരോട് നിരന്തരം അത് പറഞ്ഞു കൊണ്ടുവരിക. ഇവിടെ അല്ലെ റോട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ റോട്ടിലൂടെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ മക്കളെ പറഞ്ഞേക്കുമ്പോൾ, കടയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, റോഡിന്റെ ഇന്ന വശം ചേർന്ന് നടക്കണം കേട്ടോ, ക്രോസ് ചെയ്യുമ്പോൾ ഇരുഭാഗത്തേക്ക് നോക്കണം കേട്ടോ, വാഹനങ്ങൾ ഉണ്ടോ എന്ന് രണ്ട് ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കണം എന്നൊക്കെ നിരന്തരം നിർദ്ദേശങ്ങൾ ഓരോ പോക്കിനും ചിലപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നിർദ്ദേശമാണ്. അവർക്ക് അപകടം സംഭവിക്കുക എന്ന നിലക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു പാർക്കിൽ പോവുകയാണെങ്കിൽ, ഒരുമിച്ചൊരു യാത്ര പോവുകയാണെങ്കിൽ കൂട്ടം തെറ്റെടുത്തിട്ടോ ഒപ്പണ്ടാകണട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കും. എന്നാൽ ഏറ്റവും പ്രധാനമായി ആഖിറത്തിൽ അവർക്ക് വിജയം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, നമ്മളും അവരും ഒരുമിച്ച് സ്വർഗത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തൗഹീദ് വേണം. വേറെ എന്ത് ശരിയായിട്ടും കാര്യമില്ല. തൗഹീദ് ക്ലിയർ അല്ലേ, പിന്നെ സ്വർഗത്തിൽ പോലും നമ്മളൊപ്പം ഉണ്ടാവില്ല, കാലാകാലം ഉണ്ടാവില്ല. ഒരു നരകത്തിലായി. നമ്മൾ മാത്രം തൗഹീദ് ഉണ്ടായ പോരാ, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ മക്കള് എന്ന് മാത്രമല്ല, ആരായാലും നമ്മുടെ അടുത്ത ബന്ധുക്കളായിക്കോട്ടെ, അവരൊക്കെ ഭൗതികമായി അവർ കടത്തിലാന്ന് അറിയുമ്പോൾ കടം വീട്ടാൻ നമ്മൾ ഓടി ചാടിച്ചില്ലും. അവർക്കെതിരെ കേസുണ്ട് എന്ന് പറഞ്ഞാൽ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതിലറിയുന്ന ആളുകളെയൊക്കെ ബന്ധപ്പെടുത്തി അതിൽ എന്തെങ്കിലും സോൾവ് കാണാൻ നമ്മൾ നോക്കും. എല്ലാം അങ്ങനെ ചെയ്യും. പക്ഷേ അവർ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടിട്ട് അവിടെ തൗഹീദിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് പൂമാല ഇട്ട് സ്വീകരിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ. അത് ഏറ്റവും യുക്തിഭദ്രമായി പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ എതിർപ്പുണ്ടാവും. പിന്നെ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണമെങ്കിൽ വേറെ കോലത്ത് പറഞ്ഞ് രൂപം മാറ്റേണ്ടി വരും. തൗഹീദിന്റെ രൂപം മാറ്റല്ല, പറഞ്ഞു കൊടുക്കേണ്ട രൂപം മാറ്റേണ്ടി വരും, ആ ശൈലി മാറ്റേണ്ടി വരും.
ആ കോലത്തിൽ അവരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ വിഷയം മക്കൾക്ക് ആ കാര്യം കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾ മഹാന ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത ഉപദേശം പ്രസിദ്ധമാണ്. ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് ലുഖ്മാൻ അലൈഹി സ്വലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? യാ ബുനയ്യ, ഈ പൊന്നുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ശിർക്ക് വെക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് വമ്പിച്ച പാപം, ഏറ്റവും വലിയ തെറ്റതാണ്, ഏറ്റവും വലിയ തെറ്റതാണ്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടാകരുതെന്ന ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താണ് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതും കൊണ്ട് മക്കളെ വസിയത്ത് ചെയ്തു. എന്തുകൊണ്ട്? തൗഹീദിന്റെ കലിമത്തും കൊണ്ടാണ് മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇവർക്കൊക്കെ തൗഹീദാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കണം. ചെറുക്ക് വരുന്ന വഴികൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? ചെറുക്ക് വന്നാൽ കഴിഞ്ഞു. മറ്റേത് തെറ്റിനേക്കാളും ഗൗരവമാണല്ലോ ഷിർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് അവർക്ക് ആ മനസ്സിലാകുന്ന മുറപ്രകാരം പറഞ്ഞു കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, നമസ്കാരം കൽപ്പിക്കുക. നമസ്കാരം കൃത്യമായി പറഞ്ഞു കൊടുക്കണം. സൂറത്ത് ത്വാഹയിലെ 132-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സകല വിശ്വാസിനികളോടുമായി കൽപ്പിച്ചൊരു കാര്യമാണ് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. കുടുംബത്തിനോട് നിരന്തരമായി നിസ്കാരം കൽപ്പിച്ചുകൊണ്ടേയിരിക്കുക, അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ടേയിരിക്കുക. ക്ഷമയുടെ ഏറ്റവും അവസാനം അത് അഭ്യസിച്ച് അതിന്റെ ഏറ്റവും ആ ഉച്ചയിലെത്തുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ഈ ഒരു കൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്തബിർ എന്ന് പറയുന്നത്. നന്നായി ക്ഷമ വേണം. അവരെ നിസ്കരിക്കാനും അവരോടത് പറയാനും അതവർ നിലനിർത്താനും ഒക്കെ കുട്ടി ക്ഷമയോടെ പിന്നാലെ കൂടാ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ്. അത് നിർവഹിക്കണം. പ്രവാചകന്മാർ കൽപ്പിച്ചിരുന്നു മക്കൾക്ക് നിസ്കാരം. മഹാനായിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം സൂറത്ത് മറിയമിലെ 55-ാമത്തെ ആയത്ത്, وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. وكان അദ്ദേഹമായിരുന്നു يأمر أهله, ഇതിന്റെ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു ബിസ്സലാത്ത്, നിസ്കാരം കൽപ്പിക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കണം. വസ്സകാത്ത്, സകാത്തിന്റെ വിഷയവും അവർ ഉപദേശിക്കണം. വകാന ഇൻദ റബ്ബിഹി മർദിയ. മാത്രമല്ല ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മക്കളോട് ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം കൽപ്പിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ അടുത്ത് അദ്ദേഹം തൃപ്തിപ്പെട്ട ആളാണ്. അള്ളാന്റെ തൃപ്തിയുള്ള ആളായി അദ്ദേഹം മാറി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കാം. നേരത്തെ പറഞ്ഞ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മകന് നൽകിയ ഉപദേശങ്ങളിൽ ഒരു ഉപദേശം എന്താ? യാ ബുനയ്യ അഖിമിസ്സലാം, മോനെ നീ എന്ത് ചെയ്യണം? നിസ്കാരം നിലനിർത്തണം. അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അത് കൃത്യമായി നിർവഹിക്കണം. നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? നിസ്കാരം കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് നിസ്കാരം കൃത്യമാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഫഹ്ശാകളെ തിന്മകളെ തടയും. നിസ്കാരം കൃത്യമാണോ, ക്ലിയർ ആണോ, വേറെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് കഴിയുന്നതാണ്. നിസ്കരിച്ചിട്ടും വേറെയുള്ള തെറ്റുകളിൽ മാറി നിൽക്കാൻ കഴിയില്ലെങ്കിൽ എന്ന് മനസ്സിലാക്കണം, നിസ്കാരത്തിന് എന്തോ കുഴപ്പമുണ്ട്, ഖുശൂഇൽ പ്രശ്നമുണ്ട്. അവിടെ നിർവഹിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തത്തിൽ എന്തോ പ്രശ്നം സംഭവിക്കുന്നുണ്ട്, അത് ക്ലിയർ അല്ല. നിസ്കാരം ബന്ധപ്പെട്ട വിഷയം അതെങ്ങനെ നിസ്കരിക്കണം കാര്യങ്ങളൊക്കെ പഠിച്ച ആളുകളാണ് ഇവിടെ. അപ്പൊ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ തന്നെ അത് നിർവഹിക്കണം. അപ്പോ അത് തെറ്റുകളിൽ നിന്ന് നമ്മളെ തടയും. വിശ്വാസം പ്രത്യേകം മക്കളുടെ വിഷയത്തിൽ ഉപദേശിച്ച ഒരു കാര്യമാണ് നിസ്കാരം. അപ്പൊ നിങ്ങൾ മുറു ഔലാദക്കും ബിസ്വലാത്തി സബ്ഇൻ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൽപ്പിക്കണം. എന്തുകൊണ്ട്? നിസ്കാരം കൊണ്ട്. 7 വയസ്സായാൽ അവരെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കരിക്കാൻ പറയണം. നിങ്ങൾ അവരെ അടിക്കണം. അലൈഹ, ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ 10 വയസ്സായ എന്താ പത്ര ഗൗരവായി. 10-ലേറെ 10ഉം 20ഉം 25, 30 ഒക്കെ ആയിട്ട് നിസ്കരിക്കാൻ നടക്കുന്ന മക്കളുണ്ടാവും. കണക്കിനാണ് ബുദ്ധിക്കേണ്ടി ആ കോലത്തില് നടക്കുന്നവരുണ്ട്. പഠിക്കാന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കണം എന്തല്ല, ഒരെ ഉപദ്രവിച്ച് ഇടങ്ങാറാക്കാന്നല്ല, മറിച്ച് ഈ അടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന മുറിവേൽപ്പിക്കാതെ ദീപിന്റെ അടിയാണ്, അദബ് പഠിപ്പിക്കാനുള്ള അടിയാണ്. അദബ് പഠിപ്പിക്കാൻ, ഈ അടി ഇല്ലാതെ എങ്ങനെ അവരെ നിസ്കരിപ്പിക്കാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടത്.
ശരിയല്ലേ? ആ പണിയാണ് നോക്കേണ്ടത്. അങ്ങനെ അവിടെ പിന്നാലെ കൂടേണ്ട ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നിങ്ങൾ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ മോഷ്ടാവിനേക്കാളും വ്യഭിചാരിയെക്കാളും മദ്യപാനിയെക്കാളും മോശം. മക്കള് ലഹരി പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സഹിക്കും നമ്മള്? ഇല്ല. മക്കൾ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ അടുത്ത് പരാതിയായിട്ട് വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയോ? ഇല്ല. വ്യഭിചാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കഴിയോ? ഇല്ല. എന്നാൽ ഇതിനേക്കാൾ മോശമായ ഒരു തെറ്റാണ് ഇത് നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളായി മാറുക. കാരണം താരിഖ് സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിച്ചവൻ ഫഖദ് കഫർ, അവൻ കുഫ്ർ സംഭവിച്ചു. അല്ലാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള പിന്നെ കാഫിറിന്റെയും മുഅ്മിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരം. ഇത് പോയാൽ മറ്റേ കൂട്ടത്തിൽ ചേർന്നു നടത്തും. മുഅ്മിനായി നിലനിർത്തുന്നത്, മുസ്ലിമായി നിലനിർത്തുന്നത് ഇതാണ്. അതുകൊണ്ട് ആ ക്വാളിറ്റി എന്നും മക്കളിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇനിയോ നാലാമത്തെ മറ്റൊരു വിഷയം, മക്കളിൽ ഉണ്ടാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു കാണും എന്നുള്ള ബോധം എപ്പോഴും അവരിൽ ഉണ്ടാക്കണം. എല്ലാം, ഏത് കാര്യവും നന്മ ചെയ്താൽ, ഏത് തരിമ്പ് നന്മ ചെയ്താലും അത് അല്ലാഹു കാണും എന്ന് കൊണ്ടുവരും. അതേപോലെ ഏത് തിന്മ ചെയ്താലും, ഏത് ഇരുട്ടിലായാലും റൂമിലായാലും ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് വാതിലുകൾ കുറ്റിയിട്ട് കർട്ടനടച്ചാലും ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ള ബോധം അവർക്ക് കൊടുക്കണം, നമുക്കും അതുണ്ടാകണം. എല്ലാ സമയത്തും മക്കളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞോളൊന്നുമില്ല. എല്ലാ കാര്യത്തിലും അവരെ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാം ഒക്കെ മോണിറ്റർ ചെയ്ത് അവരെ പിന്നാലെ കൂടി അത് ഇത് എന്ന് പറയുമ്പോ ഒരുപക്ഷെ പ്രത്യേകിച്ച് ഈ കാലത്ത് ഇഷ്ടപ്പെടൂല. അപ്പൊ എന്താ, അവർക്ക് കൃത്യമായി കൊടുക്കേണ്ട ആ തൗജീഹാത്തുകൾ, ആ നിർദ്ദേശങ്ങൾ, ബോധം കൃത്യമായി ഉണ്ടാക്കി കൊടുക്കുക. എന്തും അല്ല കാണും. അപ്പൊ പിന്നെ നമ്മള് എല്ലായിടത്തും നോക്കേണ്ടെന്ന് വരൂല. അവരെന്നെ ശ്രദ്ധിച്ചോ, ഇത് ചെയ്യാൻ പറ്റൂല, ഇത് തെറ്റാണ്, തിന്മയാണ് എന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ട് സ്വയം തന്നെ അത് ഉൾക്കൊണ്ടവര് മാറും എന്നുള്ളതാണ്. അതല്ലേ മഹാൻ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകന് കൊടുത്തത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, ഈ പൊന്നു മകനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, കടുകുമണി തൂക്കം പോലും ഉള്ള ഒരു കാര്യമാണെങ്കിലും, ഒരു വിഷയമാണെങ്കിലും, ഫതകുൻ ഫീ സഖറ, ആ കാര്യം നീ ചെയ്യുന്നത് ഒരു പാറക്കെട്ടിന്റെ ഉള്ളിലാണെങ്കിലും, അത്രയും ഭദ്രമായിട്ടുള്ള കാര്യം നിന്നെ കവചം ചെയ്യുന്നുണ്ടെങ്കിൽ, പൊതിയുന്നുണ്ടെങ്കിലും അതിനുള്ളിലാണെന്ന വിചാരം നിനക്കുണ്ടെങ്കിലും, ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി, ആകാശത്തോ ഭൂമിയോ എവിടെയുമാകട്ടെ, പ്രപഞ്ചത്തിന്റെ ഏത് വശത്താണ് എന്നുണ്ടെങ്കിൽ യഅതി ബിഹാ അല്ലാഹ്, അത് കൊണ്ടുവരും. ആരും കണ്ടില്ല, രക്ഷപ്പെട്ടു ഇല്ല, അല്ലാഹ് കാണുന്നുണ്ടോ? ഒക്കെ അല്ലാഹ് കണ്ടോ, ഒക്കെ കൊണ്ടുവരും. അതല്ലേ പരലോകത്ത് വെച്ച് പറയുന്നത്, മാലിഹാദൽ കിതാബ്, ഇതെന്ത് ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായി ഒന്നും വിട്ടേച്ചു പോയിട്ടില്ലല്ലോ, സകലതും രേഖയാണല്ലോ, എല്ലാം അതിലുണ്ടാവും, ഒക്കെ അതിൽ കാണാൻ പറ്റും. അതാണ് ആ പരലോകം പറഞ്ഞാൽ. അപ്പോ ഇവിടെ നിന്ന് ഏത് തെറ്റ് ചെയ്താലും അത് അല്ലാഹ് കാണുമെന്ന ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ, മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ, അവര് വീട്ടിൽ എവിടെയായാലും, ഹോസ്റ്റലുകളിലായാലും, നമ്മുടെ നാടിന് പുറത്തായാലും ഒക്കെ അവരത് സൂക്ഷിക്കും. നിരന്തരം അവർക്ക് ആ ബോധ്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. മറ്റൊരു വശം, നമ്മൾ അവർക്ക് മാതൃകയാകണം. മക്കൾ നന്നാകാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം, നമ്മൾ അവർക്ക് മാതൃകയാകണം. നമ്മൾ പലതും അവരോട് കൽപ്പിക്കുന്നുണ്ട്, ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ ഒരു നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ ഈ പറഞ്ഞൊന്നും അപ്പാക്കില്ല, അമ്മാക്കില്ല, നമ്മളങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമുണ്ടാവോ? കാര്യമുണ്ടാവില്ല. മറിച്ച് അവര് കാണണം, എന്റെ ഉപ്പ എന്റെ ഉമ്മ രാത്രി നിസ്കരിക്കുന്നത് ഒരിക്കൽ ഞെട്ടി ഉണർന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. സുബഹി നിസ്കാരത്തിൽ അതിന് മുമ്പുള്ള 2 റക്അത്തിന്റെ വിഷയത്തിൽ, നിസ്കാരത്തിന്റെ സമയത്ത് അതിന്റെ കണിശതയിലൊക്കെ എന്റെ ഉപ്പയും ഉമ്മയും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഉപ്പയും ഉമ്മയും അത് പറഞ്ഞാൽ അവര് വിമുഖത കാട്ടൂല, മാറി നിൽക്കൂല. ഇത് ഈ കണിശതയിൽ നിർവഹിക്കേണ്ട ഒന്നാണെന്ന ബോധ്യം അവർക്കുണ്ടാവും. അപ്പൊ തന്നെ നമ്മൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്താൽ അത് അവർക്കുണ്ടാവും. നേരത്തെ ഞാൻ കുറെ ഈ അടുത്ത് സംഭവിച്ചതായ പല അപകടങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, പല അക്രമങ്ങൾ, കൊലപാതകങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ
കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ള പാളിച്ചകൾ, തകർച്ചകളൊക്കെ ഇവരുടെ ഈ കോലത്തിന് ഒരു പരിധി വരെ കാരണമായിട്ടുണ്ട്. ഒന്ന് 5 പേര് ചേർന്ന് ഒരാളെ കൊന്നതിൽ അതിലൊരുത്തന്റെ പിതാവിന്റെ കയ്യിലുള്ള നെഞ്ചക്കറിന് ആയുധത്തിട്ടാണ് എന്ത് ചെയ്തത്, ഈ കുട്ടിയെ തലക്കടിച്ച് കൊന്നത്. അപ്പൊ പിതാവ് ഇത് വെച്ച് നടക്കുന്ന അതുമായി ബന്ധപ്പെട്ട അക്രമാസക്തമായ സ്വഭാവമുള്ള ആളുകളാണ്. പിന്നെ മക്കൾക്ക് വേറെ സ്വഭാവം ഉണ്ടാവും ഇല്ല, അത് ഇവരിൽ പ്രതിഫലിക്കും. ബാലുശ്ശേരിയിൽ ഒരു ഉമ്മയുടെ കഴുത്തറുത്ത ഒരു കുട്ടി, അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും കുടുംബ പ്രയാസമുണ്ട്. ഉപ്പയും ഉമ്മയും ഒരുപാട് വർഷക്കാലം പിരിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെതായ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അങ്ങനെ ഓരോന്നെടുത്താലും, തിരുവനന്തപുരത്തെ പ്രശ്നം എടുത്താലേ മകന്റെ ആ കടവും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊന്നും അറിയാത്ത പിതാവ്, ഇതൊക്കെ വാർത്തകളിൽ കാണുന്നുണ്ടോ? ആ നിലക്കാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ബന്ധമില്ല, ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല മക്കളുമായിട്ട്, ആ സ്നേഹബന്ധമില്ല. ഇതൊക്കെ ആ കുടുംബം എന്നതിൽ വരുന്ന വീഴ്ചകൾ പലപ്പോഴും മക്കളുടെ തെറ്റായ റൂട്ടിലോട്ടുള്ള പോക്കിന് കാരണമായിട്ടുണ്ട്. അപ്പൊ കുടുംബം എന്നാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് മക്കൾ പുറത്തു പോകുന്നത്. അവിടെ നിന്നാണ് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെയുള്ളതാണ് അവർ സമൂഹത്തിൽ പ്രതിഫലിപ്പിച്ച് കാണിക്കുക. ഇവിടെ ഉഷാറാണെങ്കിൽ അവിടെ അവർ ഉഷാറാകും. ഇതാണ് പൊതുവെ ഉള്ളൊരു കാര്യം. അപ്പൊ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം. സുബൈക്ക് മകനെയും കൊണ്ട് പള്ളിയിൽ പോകുന്ന പിതാവ്, അവർക്കത് കൃത്യമായി കാണിച്ചു കൊടുക്കുന്നവർ, സുബൈക്ക് എഴുന്നേൽപ്പിക്കുന്നവർ, നമ്മൾ എഴുന്നേൽക്കുന്നവർ, നല്ല നല്ല പ്രോഗ്രാമുകൾക്ക് അവരെയും കൊണ്ടുപോകുന്നവർ, നമ്മൾ ഇതേപോലെ ഇവിടെ ഹാജരായതുപോലെ അവരെയും ആ നിലക്ക് ഹാജരാക്കുന്നത്, ആ രൂപത്തിലുള്ള നല്ല പെരുമാറ്റം, മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പെരുമാറ്റം, നല്ല വാക്കുകൾ, അവരുടെ സ്നേഹപ്രകടനം, നല്ല സംസാരങ്ങൾ, പ്രവാചക ചര്യകൾ അവരുടെ ജീവിതത്തിൽ പാലിക്കുന്നത്, എടുത്തെടുത്ത് പറയുന്നത്, അത് അവർ കേൾക്കുന്നത്, ഒക്കെ അവരിൽ മാറ്റം ഉണ്ടാക്കും. ഓരോന്നും രാവിലെ മക്കള് പിന്നെ മാതാപിതാക്കൾ നിർവഹിക്കുന്നവർ കാണുന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് അവർ ചൊല്ലുന്നത്, ചൊല്ലിപ്പിക്കുന്നത്, ചെറിയ മക്കളെ അത് ഓതിക്കൊടുത്ത് അങ്ങനെ ഉറക്കുന്നത്, ഉണരുമ്പോൾ ഉള്ളത് പറഞ്ഞു കൊടുക്കുന്നത്, ഇതൊക്കെ പതിയും. ഇതൊക്കെ മക്കളുടെ ഉള്ളിൽ പതിയും. മക്കൾ എന്തൊക്കെയാ പഠിക്കണേ, നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ, ഒക്കെ നമ്മളിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും എത്ര പെട്ടെന്ന് ഓരോന്ന് ചെറിയ മക്കൾ പഠിച്ചുണ്ടാക്കുന്നത്. നിരീക്ഷിക്കണം അവര്, ഓരോ വാക്കും അവർ ശ്രദ്ധിക്കും. അവർക്ക് നമ്മൾ പറയണത് തിരിച്ചിങ്ങോട്ട് അതേപോലെ പറയാൻ കഴിയുന്നില്ലെങ്കിലും എന്താ നമ്മൾ പറയണെന്നുള്ളത് ചെറിയ 1 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുട്ടികൾക്ക് മനസ്സിലാവും എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോവാ എന്നുള്ള വാക്കെങ്ങാനും പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പൊ വാതിൽക്ക പോയി നിൽക്കും, കൊണ്ടുപോകാൻ അങ്ങോട്ടോ പോവാന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ കൂടെ പോവാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റൂമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാല് കരയും. അതെന്താ, ഓരോ വാക്കും അവര് കൃത്യമായി നിരീക്ഷിക്കുക. അപ്പൊ അതേ രൂപത്തിൽ എല്ലാം അവര് നോക്കുന്നുണ്ട്. അയൽവാസികളോടുള്ള നമ്മുടെ പെരുമാറ്റം അവർ നോക്കും. നമ്മുടെ മറ്റു മക്കൾക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ നമ്മുടെ നീതിപരമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റം അവർ നോക്കും. എനിക്ക് കുറെ തന്നു, അവർക്ക് കുറച്ച് കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് കുറെ കൊടുത്തു, എനിക്ക് കുറച്ച് തന്നു, എന്തിങ്ങനെ അവർ നോക്കും. ഉണ്ടായിരുന്ന റസൂലുള്ളാഹി പറഞ്ഞതാണ്, അങ്ങനെ തോന്നുന്ന വിധത്തിൽ പെരുമാറരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നിന്ന് അവർ നോക്കി പഠിക്കുന്നതാണ് എന്നത് കൊണ്ട് നമ്മൾ നന്നായി ജീവിക്കണം. അതിനപ്പുറം നമ്മൾ നന്നാല് നമ്മുടെ പരലോക വിജയത്തിന് ആവശ്യമാണ്. നമ്മൾ എന്നാലേ നമുക്ക് പരലോകത്ത് കിട്ടുള്ളൂ. വേറെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ച് അതുകൊണ്ട് രക്ഷപ്പെടാൻ അവിടെ പറ്റൂല. മറ്റുള്ള അമല് ഇങ്ങോട്ട് എടുക്കാൻ പറ്റൂല. അവനവന്റെ അമല് കൊണ്ട് അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മാത്രമല്ല ലക്കടിച്ച് കയറുന്ന സ്വരമല്ല സ്വർഗം. ഒരാളാണ് മരിച്ചു നീച്ചപ്പോ നേരെ സ്വർഗത്തില് കേസിലായി അതിനുണ്ടോ? ഇല്ല. മറിച്ച് കുറച്ച് പണിയെടുത്തേ അവിടെ എത്താൻ പറ്റും. ആ പണിയിൽ ഒരു പണിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. മക്കളുടെ വളർത്തൽ, അവരുടെ തർബീയത്ത്, അവളെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് ദീനീയായ നിലക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഭൗതികമായി അവർ പല ഉന്നതങ്ങളിൽ എത്തുന്നതോടൊപ്പം തന്നെ അതിനേക്കാളേറെ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ ദീനീ വശം, ദീനീ പഠന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. മറ്റൊരു വശം അവരുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. സ്വലസം എത്ര ഹദീസുകളിലൂടെയാണ് നമ്മൾ ഉണർത്തിയത് കൂട്ടുകെട്ടിന്റെ വിഷയം. അതിന് ഉദാഹരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നല്ല കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു അത്ര വിൽപ്പനക്കാരന്റെ അടുത്ത് പോയിക്കണ പോലെയാണ്. ഇതെയും ഒന്നെങ്കിൽ നമ്മളെ കയ്യിൽ വെറുതെ തേച്ചിട്ട് അത്തർ, അത് നല്ല സുഗന്ധം. അതല്ലെങ്കിൽ അവിടെ പോയി നിന്നാ തന്നെ സുഗന്ധം. അതല്ലെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങും ചെയ്യും. ഈ നിലക്കൊക്കെ അവിടെ ഗുണമാണ്. നമ്മളിലേക്ക് ആ ഒരു നന്മ പകരുകയാണല്ലോ. അതേപോലെ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നന്മ അങ്ങനെ കിട്ടിക്കൊണ്ട്. ഇനിയോ മോശപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അത് പകരും. ഏതുപോലെ വെച്ചാൽ ഒരു കൊല്ലപ്പണിക്കാരന്റെ ആലയിൽ പോയിരിക്കുന്നത് പോലെ. കൊല്ലപ്പണിക്കാരൻ മോശമായതുകൊണ്ടല്ല, അവിടെയുള്ള പണിയിൽ നിന്ന് പല ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യത. എന്താ, അത് തീയുമായി ബന്ധപ്പെട്ട പണിയാണ്. മണല് പുക ഉണ്ടാവും, കരി ഉണ്ടാവും,
അവിടെ ആ അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഈർപ്പും അതിന്റെ ഗന്ധവും ഒക്കെ ഉണ്ടാകും. തീപ്പൊരി ദേഹത്ത് വരാം. മനസ്സിലായില്ലേ? ഇതേപോലെ ചീത്ത കൂട്ടുകെട്ട് അത് പിന്നെ മോശം. ഞാൻ പോയിട്ട് ഓനെ നന്നാക്കട്ടെ എന്ന് വിചാരിച്ചു പോയാൽ പലപ്പോഴും കേടറിലാണ് ഉണ്ടാല്. മനസ്സിലല്ലേ? ആ കൂട്ടുകെട്ട് മറിച്ച് പൊതുവെ ദാവത്ത് നിർവഹിക്കുക എന്നതിലപ്പുറം ഉറ്റച്ചങ്ങാതി ഉറ്റതോഴ എന്ന നിലയ്ക്ക് എല്ലാത്തിലും മോശപ്പെട്ടവരോട് കൂട്ടുകൂടിയാൽ മോശപ്പെട്ടവനായിട്ടാണ് മാറുക. നല്ലവരുമായി കൂട്ടുകൂടണം. അങ്ങനെ നമ്മളും കൂട്ടുകൂടണം. നമ്മളെ കൂട്ടുകെട്ട് അങ്ങനെ ആകണം. മക്കളുടെ കൂട്ടുകെട്ടും അങ്ങനെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ തമ്മിൽ ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞത് അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ തന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. അത്ര സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു കൂട്ടുകാരനുള്ളത് അതൊക്കെ അവനിൽ പ്രതിഫലിക്കും. ഇന്നത്തെ കാലത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ നിലക്ക് ലിബറലിസം അരങ്ങ് വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രവാദം, മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റോൾ. എന്റെ ബോഡി, എന്റെ ശരീരം, അതെന്റെ ഇഷ്ടമാണ്. ആരാണ് ചോദിക്കാൻ? മാതാപിതാക്കൾ അങ്ങനെ അതിൽ ഇടപെടാൻ? സമൂഹത്തിന് അത് നോക്കണേ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇല്ല നടക്കണേ. ഞാൻ ലഹരി ഉപയോഗിച്ചാൽ എനിക്കല്ലേ കുഴപ്പമുള്ളത് എന്ന് പോലും നോക്കേണ്ട ആവശ്യം എന്നൊക്കെയാണ് പറയാം. ഇതൊക്കെ അവിടുന്ന് വന്നതാണ്. ശരിയല്ലേ? ഒക്കെ ഇവനൊക്കെ വളർന്നു വന്നത് എങ്ങനെയാണ്? അവൻ അറിഞ്ഞിട്ടില്ല. അവന് നിയന്ത്രണമല്ലായിരുന്നു. ഉമ്മയുടെ വയറ്റിലായപ്പോൾ അവിടുന്ന് അവന് കണ്ണും മൂക്കും അവന്റെ ശാരീരിക അവയവങ്ങളൊക്കെ വളരുന്നതിൽ അവനൊരു സ്വാതന്ത്ര്യമില്ല, അവനൊരു ഇടപെടലുമില്ല. ജനിച്ച് ഭൂമി ലോകത്ത് വന്നപ്പോഴും അവനൊന്നും ചെയ്യാൻ കഴിയില്ല. മലന്ന് കിടന്ന് കരയാ. ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ അങ്ങനെ മരിച്ചുപോലെ. കുഞ്ഞ് കൃത്യമായി ശ്രദ്ധിക്കണം. അവൻ എടുക്കുന്നത് പോലും ശ്രദ്ധിക്കണം. പാല് അതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കൃത്യസമയത്ത് അത് നൽകണം. അങ്ങനെ കമ്മിന്ന് കിടന്ന് മുട്ടുകുത്തി എഴുന്നേറ്റ് നടന്ന് കുറച്ചൊക്കെ പഠിച്ച് എന്തൊക്കെയായി എന്ന് തോന്നിയപ്പോ ഈ ലോകത്തിന് ദൈവമൊന്നുമില്ല. ഈ രൂപത്തിലൊക്കെ വളർന്നു വന്ന് ഈ രൂപത്തിലാക്കിയതിൽ അവനൊരു ഇടപെടലുമില്ല, അവനൊരു നിയന്ത്രണവുമില്ല. അവനെല്ലാം കിട്ടി ആ രൂപത്തിൽ സംസാരിക്കാൻ പോലുള്ള കഴിവ് നൽകിയപ്പോ ഓന് പിന്നെ തോന്നുകയാണ് ദൈവമൊന്നുമില്ല, അങ്ങനെ നിയമം അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ജീവിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടാൽ നല്ല പറന്ന് സ്വതന്ത്രമായി പാറാം എന്നൊക്കെ പറഞ്ഞ രൂപത്തില് അവരിങ്ങനെ അവതരിപ്പിക്കും. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്? സ്കൂള് സ്വാതന്ത്ര്യം. യൂണിഫോം ഇല്ലാതെ പോയാൽ പുറത്താക്കും. ബെല്ലടിച്ച സമയത്ത് ക്ലാസ് കയറിയ പ്രശ്നവും. എവിടെയും നിയമങ്ങളുണ്ട്. എങ്കിൽ ഇത്രയധികം സങ്കീർണമായി ഈ ജീവിതത്തിൽ നിയമമില്ലെങ്കിൽ തിരിച്ചോറാവൂലേ ലോകം? ആ പ്രശ്നവും അവതാളത്തിലാവും. അതുകൊണ്ട് തന്നെ ഈ ലോകം എങ്ങനെ പോകണം, ഈ ലോകത്തിന്റെ നന്മ എന്തെന്നറിയുന്ന സ്രഷ്ടാവ് നമുക്ക് നൽകിയ നിയമങ്ങളാണ്. അതെല്ലാവരും പാലിച്ചിരിക്കണം. അവർക്കാണ് അല്ലാഹ് അറ്റമില്ലാത്ത അനുഭൂതികൾ നിറഞ്ഞ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ലോകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പണിയെടുക്കണം. ആ ലോകം കിട്ടാൻ നമ്മുടെ കൂട്ടുകെട്ട് നല്ലതാക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇങ്ങനെ കൂട്ടുകെട്ടുന്ന വികാരം ഒരിക്കൽ വന്നിട്ട് പറയാം, ഇതൊന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ലഹരി തരാം. ലഹരിന്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. ധൈര്യം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയരോഗം. മൂന്നാമത്തെ ഘട്ടം അക്രമാസക്തി. നാലാമത്തെ ഘട്ടം നിരാശയാണ്. ഈ ആദ്യഘട്ടം മുതലെടുത്തിട്ടാണ് പല ആളുകളും പേര് ഇതൊന്നും ഉപയോഗിച്ച് നോക്കി. നല്ല ഓർമ്മശക്തിയായിരിക്കും, പരീക്ഷയ്ക്ക് നല്ല ഉഷാറായി എഴുതാൻ പറ്റും, ഒരു ധൈര്യം കിട്ടും. ഇതൊക്കെ ഉപയോഗിക്കാത്ത ചില ആണാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ ടീം വരും. ഈ ടീം മോശപ്പെട്ട കൂട്ടുകെട്ടാണെങ്കിൽ വരും. നമ്മുടെ മക്കളെടുത്ത് വരും. ഒരൊറ്റ ഉപയോഗിക്കുള്ളൂ, അതോടുകൂടെ പെട്ട്. MDMA വിഷയത്തിലൊക്കെ പറയപ്പെടുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഇന്ന് ഊരിപ്പോരാന്നുള്ളത് അത്യപൂർവമാണ്. അങ്ങനെ ആ വലയിൽ പെട്ടുപോകും. അതിന്റെ ആ ഒരു രുചി അനുഭവിച്ചാൽ, ഏത് തെറ്റിനും അതിന്റെ ഒരു ആസ്വാദനം ഉണ്ടല്ലോ കുറഞ്ഞ സമയത്തേക്ക്. ആ രുചി അവൻ അനുഭവിച്ചാൽ പിന്നെ അത് കിട്ടാൻ വേണ്ടി പിന്നെ അടുത്ത പണിയായി, പിന്നെ അതിനു വേണ്ടി സമ്പത്തെടുക്കലായി, മോഷ്ടിക്കലായി. കാരണം അതിന്റെ രണ്ടാമത്തെ ഘട്ടം പിന്നെ സംശയമായി. ആരെങ്കിലും എന്തെങ്കിലും അവിടെ കൂടി ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയാണോ, ഇതിന്റെ വിഷയമാണോ, ഇത് പിടിച്ചോ, അങ്ങനെയോ. പിന്നത്തെ ഘട്ടോ പിന്നെ അവൻ അക്രമാസക്തവും. വീട്ടിലെ ജനലിൽ കുട്ടികൾ സമയത്തിന് കിട്ടാതിരിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ, ഉപ്പയോ ഉമ്മയോ ഉപദ്രവിക്കൽ, സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കൽ, അതിന്റെ അവസാനം പിന്നെ നിരാശ. അങ്ങനെയാണ് പിന്നെ ആത്മഹത്യയിലേക്കൊക്കെ പോവാം. ശരിയല്ലേ? ഇതിന്റെ അവസാനം അന്ത്യം അവന് മരണം ഉണ്ടാണ്. ഇതൊക്കെ തൊട്ടുപോയാൽ ഇതൊക്കെ ഈ മോശം കൂട്ടുകെട്ടിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ നിലക്കുള്ള ടൂറുകളിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അങ്ങനെ വിനോദ യാത്രകളിൽ നിന്ന് തുടങ്ങും ഇത്തരം തോന്നിവാസങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ മക്കളുടെ കൂട്ടുകെട്ടുന്ന ഒരു വിഷയം നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അവരുടെ അദബുകൾ നമ്മൾ പഠിപ്പിക്കണം. മലമൂത്ര വിസർജന, പ്രാർത്ഥനകൾ, ശുചിത്വം, അങ്ങനെ എത്രയോ മര്യാദകൾ ദീൻ നമുക്ക് പഠിപ്പിച്ചിട്ടില്ലേ?
അതൊക്കെ കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ നീ വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ എന്നിട്ടൊന്നുമില്ല. മഹാനായിട്ടുള്ള ഉമർ ബിൻ അബീ സലമ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കുൽതു ഗുലാമൻ ഫി ഹജ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിൽ ഒരു കുട്ടിയായിരിക്കെ ഒരിക്കൽ ഞാൻ പ്രവാചകനൊപ്പം ഭക്ഷണം കഴിക്കുകയാണ്. എന്റെ കൈ ഭക്ഷണ തടികയിൽ ഇങ്ങനെ പാഞ്ഞു നടന്നു. അത് അവിടുന്ന് പറഞ്ഞു ആകെ അവിടുന്ന് കൊടുക്ക് വരലൊടങ്ങി ഭക്ഷണം കഴിക്കുമ്പോ. ചെറിയ കുട്ടിയാ. റസൂലുള്ളാഹി എന്താ പറഞ്ഞു? യാ ഗുലാം, മോനെ പറഞ്ഞു കൊടുക്ക. എന്താ പറഞ്ഞു കൊടുക്കണേ? സമ്മില്ല, നീ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലണം. വകുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ടാണ് നീ ഭക്ഷിക്കേണ്ടത്. വകുൽ മിമ്മാ യലീക, നിന്റെ അടുത്ത് നിന്നുള്ളതാണ് നീ ഭക്ഷിക്കേണ്ടത്. അടുത്ത് നിന്നാണ് നീ ഭക്ഷിക്കേണ്ടത്. ഫമാസാലത് തിൽക നിഅമതി ബഅദു, പിന്നെ അതിനുശേഷം എന്റെ ഭക്ഷണ രീതി അതായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയോടെ, ആർദ്രതയോടെ, ആ മര്യാദയോടുകൂടെ, കുട്ടിയെന്ന ആ പരിഗണനയോടുകൂടെ റസൂലുള്ളാഹി കാര്യങ്ങൾ പറഞ്ഞെടുത്തപ്പോ ആ മനസ്സിലങ്ങോട്ട് പതിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് അതിനുശേഷമുള്ള എല്ലാ ഭക്ഷണ സമയത്തും അദ്ദേഹം അത് പാലിക്കുമായിരുന്നു. ബിസ്മി ചൊല്ലലും വലത് കൈ കൊണ്ട് ഭക്ഷിക്കലും ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ അത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. അട്ടഹസിച്ച് ഒച്ചുണ്ടാക്കിയ ചിലപ്പോ അതായിരിക്കും മനസ്സ് പതിയ. പിന്നെ ആ വാശിയോണ്ട് ഞാൻ ചെയ്യൂല, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയല്ല, ഒക്കെ ഇതിന്റെ കാര്യമാണല്ലോ. അത് പറഞ്ഞു കൊടുക്കേണ്ട രൂപത്തിൽ ഏറ്റവും നല്ല ലളിതമായി കുട്ടികളോട് ഏറ്റവും നല്ല റഹ്മത്തോടു കൂടെ. വലിയവരെ ബഹുമാനിക്കണം എന്ന വിഷയം കുറെ കേട്ട ആളുകളാണ്, അത് ശ്രദ്ധിക്കുന്ന ആളുകളെ. പക്ഷെ അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു ചെറിയവരോട് കരുണ കാണിക്കും വേണം. അതും വേണം. അല്ല കരുണ വേണ്ട ഒരു വിഷയമാണ്. കരുണയുടെ ചെറുക്കണ്ട് താഴ്ത്തി കൊടുക്കേണ്ടി വരും. അത് താഴ്ന്നു കൊടുക്കേണ്ടി വരും. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ താന്നു കൊടുത്ത് അവരെന്ത് ചോദിച്ചാലും അതിന് മൂടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും മക്കളല്ലേ കുട്ടികളല്ലേ അറിഞ്ഞ് എല്ലാത്തിനും സമ്മതം മൂളി അവസാനം ഒരു നിലക്കും നമുക്ക് സമ്മതിക്കാൻ പറ്റാത്തൊരു കാര്യം അവർ ചോദിക്കുമ്പോ നോ എന്ന് പറയുമ്പോൾ ഒരു താങ്ങൂല. ചില കുറച്ച് നോ പറയാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പറ്റൂല, അത് കാരണം എന്താണ്, പറ്റൂല മോനെ മോളെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാവും അത് വേണ്ടാന്ന് എന്റെ ഇപ്പം അമ്മ പറഞ്ഞത് എന്തോ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് എന്നവർക്ക് ബോധ്യപ്പെടും. അവിടെ നന്നായി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ വിഷയം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രവാദം നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കേവലം അത് ഒരു കുറഞ്ഞ വിഭാഗം അവരുടെ വാദമായി കൊണ്ടുനടക്കുന്ന ഒരു വിഷയമല്ലത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം അത് ചെയ്യുന്നുണ്ട്, പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ LGBTQ+ ഇതിലേക്ക് അംഗമാകണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമും തന്നെ അതിലേക്ക് ചേരുക, അതല്ല സ്വതന്ത്രവാദം എന്ന് പറഞ്ഞാൽ. അപ്പുറം എന്താ, അതിൽ ഓരോ വാദങ്ങളും നന്മ ഉപദേശിക്കുമ്പോൾ തന്തവൈബ് പറഞ്ഞ ഒറ്റ പോക്കി കയറും, എന്ന് മാറിക്കും. അതേപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഉൾക്കൊള്ളുന്ന ഉപദേശങ്ങൾ പറ്റാതെ. നേരത്തെ പറഞ്ഞ പോലെ എന്റെ ജീവിതം, എന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞിങ്ങനെ സ്വതന്ത്രമായി പാറാൻ നോക്കും. ഇനി നിയമങ്ങളൊന്നും ഒരു ഇഷ്ടമല്ലാതെ അങ്ങനെ വരും, ഓരോന്നും പുച്ഛിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഇതിന്റെ ചില അടയാളങ്ങളാണ്. ഈ അടുത്ത് നമ്മളെ കൊണ്ടോട്ടിന്നല്ലേ ഒരു പെണ്ണും കല്യാണം കഴിച്ച് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തെ ഒന്നാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് തല തിരിച്ച് ഭൂമിയിലേക്ക് ആഴ്ത്തി അടിച്ച ഒരു ടീമാണ്. അത് മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങോട്ടെത്തി, വിദൂരത്തൊന്നല്ല ഇവിടെത്തി. അതിനുവേണ്ടി വാദിക്കാൻ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പരിരക്ഷ പോലും അവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് വന്നെങ്കിൽ ശ്രദ്ധിക്കണം. അവിടെ മകൻ ഒരിക്കൽ വന്ന് പറയാണ്, ഇന്നൊരാണിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഷോക്കായി പോകില്ലേ? നമ്മുടെ ഒരു പെൺകുട്ടി വന്നിട്ട് വേറെ പെൺകുട്ടിയോട് അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയൂല. ആ കോലത്തിലേക്ക് നമ്മുടെ നാടൊക്കെ മാറണം. ടെക്സ്റ്റ് ബുക്കിൽ വരെ സിലബസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു ജെൻഡറുമായി ബന്ധപ്പെട്ട കാര്യം. 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കില് എന്താണ്, ഞാനൊരു ആൺകുട്ടിയാണ് എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ അതാണ് അവന്റെ ജെൻഡർ. പിന്നെ അവളെ ആണായിട്ട് കാണണം. പെൺകുട്ടി ഞാൻ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ആണായി കാണുക. അപ്പൊ ഓരോരുത്തരെയും സാമൂഹ്യ നിർമ്മിതിയാണ് ജെൻഡർ. സമൂഹം നിർമ്മിക്കുന്നതാണ് ജെൻഡർ എന്ന തിയറി കൊണ്ടിട്ടാണ്. എന്തെല്ലാം അപകടം അതുകൊണ്ടുണ്ടാവും. അതൊക്കെ ആ നിലക്ക് കൊണ്ടുവന്ന രാജ്യങ്ങൾ അതിന് പിന്മാറി, അത് ചവറ്റോട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് ആ ചവറ്റോട്ടന്ന് വേസ്റ്റ് എടുത്താണ്ട് ഇവിടെ കുറെ ആൾക്കാർ നിയമമാക്കി കൊണ്ടുനടക്കുന്നത്. അപ്പൊ അതൊക്കെ അതിൻ്റെയൊക്കെ നിയമപരിരക്ഷകൾ കിട്ടുന്ന സന്ദർഭത്തിൽ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മക്കളുടെ വിഷയത്തില് പിന്നെ വേദനയായിരിക്കും, ഖേദമായിരിക്കും. ഒക്കെ നമ്മൾ അപ്പുറത്ത് കേൾക്കുന്ന വാർത്ത ആയതുകൊണ്ടാണ് എല്ലാ ഗൗരവം
പലർക്കും വരാത്തത്. അവനവന്റെ വീട്ടിൽ കണ്ടെത്തിയാൽ കോലം മാറും, രൂപം മാറും. അതുകൊണ്ട് നല്ല രൂപത്തിൽ മക്കളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവര് മൊബൈൽ കൊടുക്കുന്ന വിഷയത്തിൽ അതിൽ കാണുന്നത് എന്തെന്നുള്ളത്. ഇപ്പോഴത്തെ റീൽസും അതുപോലെ സിനിമകളൊക്കെ ഭയങ്കര വയലൻസ് നിറഞ്ഞ സിനിമകളൊക്കെ അല്ല പറയുന്നത്. അതൊക്കെ അതിന്റെ ഭാഗങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെട്ടണയും കുത്തണയും ചോര ഒലിക്കുന്നതും അത് കുളിക്കുന്നതും ഒന്നും അവർക്ക് വലിയ പുത്തിരി ഉണ്ടാവില്ല. സ്വന്തം ഉമ്മയെ അടിച്ചടിച്ച് കൊന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മറ്റേ ആൾ അടുത്ത ആളെ കൊല്ലാൻ പോയത്. സ്വന്തം ഉമ്മയെ ആ ഹാമർ പിടിച്ച കൈ, പണ്ട് ഉമ്മ കുറെ ഉമ്മെന്നുണ്ടാവൂലേ ചെറുപ്പത്തിൽ, ആ കുഞ്ഞു കൈയിന് ആ കയ്യിൽ ഹാമർ പിടിച്ചിട്ടാണ് ഉമ്മയെ അടിച്ചത്. ശരിയല്ലേ? എത്ര ആ കുഞ്ഞിന്റെ വിഷയത്തിൽ എത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതേ രൂപത്തിൽ മക്കൾ മാറുന്നത്, ഇതിലൊക്കെ വലിയൊരു രീതിയിലുള്ളൊരു സ്വാധീനം ഈ റീൽസുകൾക്കും സിനിമകൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ നിസാരമായി നമ്മൾ കാണരുത്. എന്തിങ്ങനെ ആട് മൊബൈലാട് കൊടുത്തിട്ട് അവരിങ്ങനെ കാണൊക്കെ കണ്ടോട്ടെ എന്നുള്ളത് കൊടുക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം. ചെറുപ്പത്തിൽ തന്നെ ഭക്ഷണം വെക്കാതെ കൈ കൊടുത്ത് ശീലിച്ചാൽ പിന്നെ വൃത്തം വിട്ട് പിന്നെ ഇന്ന് ഊരിപ്പോരാൻ കുറച്ച് പണിയായിരിക്കും. അപ്പൊ അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം. പണ്ടൊക്കെ മൊബൈൽ ഇല്ലാതെ കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലേ? പണ്ടത്തെ എല്ലാവരും എന്നിട്ട് മരിച്ചു പോയതാ? ഇല്ല. അന്ന് മൊബൈൽ ഉണ്ടോ? ഇല്ല. അപ്പൊ കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് കഴിയും. ഇല്ല എന്നൊക്കെ പുറത്ത് പറയാം. അപ്പൊ നന്നായി അവിടെ കാര്യം ശ്രദ്ധിക്കണം. നല്ല സ്വാധീനമുണ്ട് സിനിമകൾ. അതുകൊണ്ടല്ലേ ചിലരുടെ പ്രോപ്പകണ്ടകൾ, അവരുടെ വർഗീയതകളൊക്കെ സിനിമകളിലൂടെ കഴിച്ചു നിന്നോണ്ടാ അത് പലർക്കും സ്വാധീനം ചെലുത്തും. അത് ചിലർ വിശ്വസിച്ച് നടക്കും. അതുകൊണ്ടാ അത് സ്വാധീനമുണ്ട്. ഒരു സംവിധായകൻ പറഞ്ഞത്, എന്റെ സിനിമ കൊണ്ട് ഒരു 5 ഡൈവേഴ്സ് നടന്നാൽ, വിവാഹമോചനം നടന്നാൽ അത്ര എനിക്ക് സന്തോഷമായി. ഈ നിലവിലുള്ള ഈ നിയമവ്യവസ്ഥ, വിവാഹം എന്നൊക്കെ പറയുന്നത് അയാൾക്ക് പുച്ഛം. അപ്പൊ സിനിമയിലൂടെ അതിനെ എതിർക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ LGBT ആശയങ്ങൾ സിനിമക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതൊക്കെയാണ്, ഇതാണ് നമ്മുടെ ലോകം. ലോകം വല്ല ചിന്തിക്കേണ്ട, കേരളം, നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുവട്ടം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നല്ല ജാഗ്രത വേണം. മക്കളുടെ വിഷയത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അവരെ സ്വാലിഹും സ്വാലിഹത്തുമാക്കണം. ഇത് നമ്മുടെ ലക്ഷ്യം. അവസാനിപ്പിക്കണം. സ്വാലിഹും സ്വാലിഹത്തുമാക്കണം. അതാണ് നേരത്തെ പറഞ്ഞത്. ഇരു ലോകത്തും അപ്പോഴേ നമുക്ക് ഉപകാരം കിട്ടുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഇൻഖതാ അമലുഹു, അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞുപോയി, ഇല്ലാ മിൻ സലാസ്, 3 എണ്ണം ഒഴികെ. അതിലൊന്നാമത്തെ സ്വദഖത്തുൻ ജാരിയ, നിലക്കാത്ത അവന്റെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ. ആ നിലക്ക് വഖഫ് ചെയ്തത്, അള്ളാന്റെ മാർഗത്തിൽ അവന് നൽകിയത്, അവന് മരിച്ചാലും അതിന്റെ ഉപയോഗം നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഖബർക്ക് ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. ചില അറിവ് ചിലർക്ക് പകർന്നു നൽകി, അവർ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി, അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇതൊരു കൂലി അയാളിൽ നിന്ന് കുറയാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനത്തെ വിട്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ ആ അമലും കുറഞ്ഞു പോകട്ടോ. ഒരു സ്വാലിഹായ സന്താനത്തെ ഉണ്ടാക്കാൻ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് മാത്രം കാര്യമില്ല. വലദിൻ സ്വാലിഹിൻ, സ്വാലിഹായ സന്താനമാണ്. അപ്പൊ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുള്ളൂ. അല്ലാത്ത ചിലപ്പോ പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഉത്തരം അത് കൊടുക്കൂല, അത് സ്വീകരിക്കൂല. അതുകൊണ്ട് സ്വാലിഹായ ഒരു സന്താനത്തെ നമ്മൾ വിട്ടേച്ച് പോയാൽ അത് ഈ ലോകത്തും മുതൽ കൂട്ടാണ്, പരലോകത്തും മുതൽ കൂട്ടാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളും അങ്ങനെ ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനു വേണ്ടിയുള്ള പണിയെടുക്കണം. നിരന്തരം അതിന്റെ പിന്നാലെ കൂടണം. നമ്മൾ ചെയ്യേണ്ട സകല പണികളും നമ്മൾ ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് നമുക്ക് ആ മാർഗത്തിൽ അവരെ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റല്ല. കാരണം നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനത്തെ അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന് അതിന് തുനിയാത്തത് കൊണ്ടല്ലോ, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അപൂർവങ്ങളിൽ അപൂർവെങ്കിലും ഇങ്ങനെ മക്കളെ ഒരുപക്ഷെ കയ്യിൽ കിട്ടിയെന്ന് വരില്ല. അതിന്റെ നിരാശ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ അള്ളാഹ് നമ്മളെ ചോദ്യം ചെയ്യൂല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ് ചോദ്യം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാലിഹത്തായ മകനും മകളും ആകണം നമ്മുടെ മക്കൾ. അങ്ങനെയുള്ളവരായിരിക്കണം നമുക്ക് ഇനി വരുന്ന സന്താനങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കണം. അവർക്ക് നന്നായി മതപഠനം കൊടുക്കുക, വലിയൊരു പരിഹാരം. മതപഠനം കൊടുക്കുക. CRE സംവിധാനങ്ങൾ, അതിനിവിടങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ QHLS, അങ്ങനെ മുതിർന്ന പ്രായേറിയ ആളുകൾ മാത്രമൊന്നല്ല, കുറച്ചൊക്കെ ഒരു വലുപ്പമായിട്ടുള്ള മക്കളൊക്കെ കൊണ്ടുവരിക. അവരും പഠിക്കട്ടെ, ദീനവര് പഠിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മെയ് മാസത്തില് 11-ാം തീയതി പെരുന്തൽമണ്ണ ചൊല്ലിയൊരു പ്രോഗ്രാം നടക്കണല്ലോ. അതൊക്കെ അതിന്റെ മുന്നോടിയായിട്ടൊക്കെയുള്ള ഒരുപാട് സന്ദേശ പ്രോഗ്രാമുകളും മറ്റിലൊക്കെ ഈ മക്കളെ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ കോലത്തില് കൊടുത്തം വിട്ടുക്കണ് മൊത്തത്തില് ഈ ഒരു യുവ സമൂഹം, അതുപോലെ തന്നെ കൗമാര പ്രായത്തിലുള്ളവരൊക്കെ.
അതുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മക്കൾ ആ കോലത്തിൽ നമ്മൾ സ്വാലിയും സ്വാലിഹത്താക്കിയാൽ അപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അള്ളാഹു നൽകുന്ന ഹിബത്താണ് ആ കൺകുളിർമ എന്ന് പറഞ്ഞാൽ. നമുക്ക് സന്തോഷിക്കാം, സന്തോഷത്തോടു കൂടെ ഇവിടെ പറയാം, സമാധാനത്തോടെ എന്റെ കാര്യങ്ങളിൽ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് എന്റെ മകനെയും മകളെയും ഞാൻ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. അവർക്കുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് ആ മെച്യൂറായ രൂപത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി അവർ ആ റൂട്ടിലങ്ങ് പൊയ്ക്കോളും എന്ന രൂപത്തിൽ സമാധാനിച്ച് കണ്ണടക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആക്കുക, കൃത്യമാക്കുക. നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ നമ്മുടെ കുടുംബക്കാരെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഈ രൂപത്തിൽ മക്കളെ പറ്റി പറയുമ്പോഴും ഒരു പക്ഷേ സന്താനങ്ങൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന പല ആളുകളും ഉണ്ടാവും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകൾ, വീഴ്ചകൾ, കുറ്റങ്ങൾ എല്ലാം അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഈ റമദാനിൽ കഴിഞ്ഞ റമദാനുകളേക്കാൾ വ്യത്യസ്തമായി ഒരുപാട് നന്മകൾ ചെയ്ത് മുന്നേറാനും സകല പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുമൊക്കെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.